ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. കൊന്നൊടുക്കിയ താറാവുകളുടെ നഷ്ടപരിഹാര തുക നൽകാൻ സർക്കാർ വൈകുന്നതോടെ വലിയ പ്രതിസന്ധിയിലാണ് കുട്ടനാട്ടിലെ താറാവ് കർഷകർ. പണം അടിയന്തരമായി നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും വാഗ്ദാനമായി മാത്രം ഒതുങ്ങി. പലിശയ്ക്ക് പണമെടുത്ത് കൃഷി നടത്തിയ കർഷക കുടുംബങ്ങൾ ഇതോടെ ആത്മഹത്യയുടെ വക്കിലാണ്. നഷ്ടപരിഹാര തുക ഉടൻ അനുവദിക്കുമെന്ന സർക്കാർ ഉറപ്പ് വാക്കിൽ മാത്രം ഒതുങ്ങിയതോടെ പ്രതിഷേധം കടുപ്പിക്കുവാനൊരുങ്ങുകയാണ് കുട്ടനാട്ടിലെ താറാവ് കർഷകർ. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 70 പേർക്ക് തുക അനുവദിക്കുമെന്ന് അറിയിച്ചെങ്കിലും കള്ളിംഗ് നടത്തിയ മറ്റ് പക്ഷികളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നതിനാൽ താറാവ് കർഷകരുടെ ദുരവസ്ഥ അപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. താറാവ് കൊന്നതിൻ്റെ പൈസ ഞങ്ങൾക്ക് എത്രയും വേണം. ഞങ്ങൾ ഇനി ആത്മഹത്യയല്ലാതെ രക്ഷയില്ല. ആലപ്പുഴയിൽ ഞങ്ങൾ വിഷപടിച്ച് ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കിലോയ്ക്ക് 500 മുതൽ 750 രൂപ വരെ വില വരുന്ന കുട്ടനാടൻ താറാവുകൾക്കാണ് നഷ്ടപരിഹാരമായി 200 രൂപ വില സർക്കാർ നിശ്ചയിച്ചത്. എന്നാൽ ഇതിൽ നിന്നും 12% കൂടി കുറച്ചാണ് നഷ്ടപരിഹാരമായി നൽകാം എന്ന് സർക്കാർ പറയുന്നത്. എന്നാൽ ഈ തുക പോലും നൽകുന്നില്ല എന്നതാണ് സത്യം. ഞങ്ങൾ മനുഷ്യനാണെന്ന് അംഗീകരിക്കുക, മനുഷ്യരായിട്ട് അംഗീകരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ജീവിക്കാൻ അനുവദിക്കണമേ എന്നൊരു അപേക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. നഷ്ടപരിഹാര വിതരണത്തിനായി മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചെങ്കിലും താറാവ് കർഷകരുടെ കണ്ണീരിന് മാത്രം അറുതിയില്ല. പണം നൽകാൻ വൈകുന്നതോടെ വലിയ പ്രതിസന്ധിയിലാണ് കർഷകർ. പലിശക്കെടുത്ത പണം തിരികെ നൽകാൻ കഴിയാതെ വന്നതോടെ കടക്കണിയിലാണ് പല കുടുംബങ്ങളും. പട്ടിണി മരണങ്ങളും ആത്മഹത്യയുമല്ലാതെ മറ്റൊരു മാർഗവും ഇവർക്കില്ല. അമൃത ന്യൂസ്, ആലപ്പുഴ.